ചെന്നൈ തേനാമ്പേട്ടിലുള്ള ഹയാത്ത് റീജൻസിയിലെ 2 ദിവസത്തെ സ്റ്റേയുടെ കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. നല്ല അടിപൊളി ഫാൻറ്റാസ്റ്റിക് എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ രാവിലെ ചെക്ക് ഇൻ ചെയ്തു. നേരെ പോയത് അവരുടെ റെസ്റ്റോറൻറ്റിലേക്കായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിനായിട്ട്. സത്യം പറഞ്ഞാൽ ഒരാൾക്ക് എന്തൊക്കെ കഴിക്കാൻ വേണം അതെല്ലാം അവിടെ കിട്ടും. അത് നല്ല നാടൻ പുട്ടും കടലയും ചപ്പാത്തിയും പൊറോട്ടയും ദോശയും ചട്നിയും ഉൾപ്പെടെ തേനും പാലും മുട്ടയും, അതേപോലെ നോർത്ത് ഇന്ത്യൻ ഐറ്റംസും സൗത്ത് ഇന്ത്യൻ ഐറ്റംസും സീഡ്സും നട്ട്സും ഉപ്പിലിട്ട ഐറ്റംസും ഫ്രൂട്ട് സലാഡും ജ്യൂസും അങ്ങനെ ഒരുവിധം എല്ലാം ഉണ്ട്. ഞാനൊരു 2-3 വെറൈറ്റി ഐറ്റംസ് എടുത്തു. ഈ കാണുന്ന അവരുടെ ഇൻറ്റീരിയറിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ആണ്. പല തീമിലായിട്ടാണ് അവർ ഇൻറ്റീരിയർ ഓരോന്നും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ല കളർഫുള്ളായിട്ടുള്ള ആർട്ട് വർക്കും അങ്ങനെയുള്ള പല ഹാൻഡ് ക്രാഫ്റ്റ്സ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഇതായിരുന്നു റൂം. ഒന്നും പറയാനില്ല, അടിപൊളി റൂമായിരുന്നു. ഇവരുടെ സർവീസ് എല്ലാം ഒരു കുറ്റവും പറയാൻ പറ്റില്ല. നമുക്ക് കൊടുക്കുന്ന കാശിന് മുതലാവുന്ന തരത്തിലുള്ള റിസപ്ഷനാണ് കിട്ടുന്നത്. ഇത് കണ്ടോ, തേനീച്ചക്കൂടിൻ്റെ തീമിലുള്ള ഒരുപാട് വർക്ക് അവിടെ ചെയ്തിട്ടുണ്ട് അവർ. ഇതെന്താണ് അവരുടെ തീമിൻ്റെ ഉദ്ദേശം എന്ന് മനസ്സിലായില്ല. ഞങ്ങളുടെ റൂമിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണുന്നൊരു കാഴ്ച ഇതായിരുന്നു. ചെന്നൈ നഗരത്തിൻ്റെ ഒരു ഭാഗം നല്ല അടിപൊളിയായിട്ട് കാണാമായിരുന്നു. താഴെ പൂളാണ്. രാത്രി ഒരു 7 മണിയായപ്പോഴാണ് ഞങ്ങൾ പൂളിലേക്ക് പോയത്. അപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. കുറേ നേരം ഒറ്റയ്ക്കല്ല, ഞങ്ങൾ 2 പേരുണ്ടായിരുന്നു. അടിപൊളിയായിട്ട് നീന്തി കുളിച്ചു. പിന്നെ അവിടെ കിടന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത ശേഷമാണ് ഇവിടെ നിന്ന് ഞങ്ങൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായി ഈ കാണുന്ന ഡ്രസ്സിങ് ചേഞ്ചിങ് ഏരിയയിലേക്ക് പോയത്. ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് പുഴ ഒഴുകുന്ന പോലെ ഇങ്ങനെ പോകണം. നല്ല വുഡൻ വർക്കൊക്കെ ചെയ്ത ഡിസൈനാണുള്ളത്. എന്നിട്ട് അവിടെ നിന്ന് ഞങ്ങൾ സ്റ്റീം ബാത്തും സോനയെല്ലാം എടുത്ത് പിന്നെ റൂമിൽ പോയി കിടന്നുറങ്ങി.